കോഴിക്കോട് പന്നിയങ്കരയിൽ കല്യാണ വീട്ടിലുണ്ടായ സംഘർഷത്തിൽ ഒരാൾക്ക് വെട്ടേറ്റു. ഇൻസാഫ് എന്നയാൾക്കാണ് വെട്ടേറ്റത്. ചക്കുംകടവ് സ്വദേശി മുബീനാണ് ബാർബർ ഷോപ്പിലെ കത്തി കൊണ്ട് ആക്രമിച്ചത്. പ്രതി മുബീർ എത്തിയത് വിളിക്കാത്ത കല്യാണത്തിനെന്നും ഇയാൾ ലഹരിക്കടിമയാണെന്നും ഇൻസാഫിന്റെ കൂട്ടുകാർ പറഞ്ഞു. പ്രതി ഓടി രക്ഷപ്പെടുന്ന ദൃശ്യങ്ങളും റിപ്പോർട്ടർ ടിവിക്ക് ലഭിച്ചിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. കുത്തിയതിനു ശേഷം ഓടി രക്ഷപ്പെടുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. വിളിക്കാത്ത കല്യാണത്തിനെത്തിയ ഇയാൾ ബാർബർ ഷോപ്പിലെ കത്തി കൊണ്ട് ആക്രമിക്കുകയായിരുന്നു. നമുക്കൊപ്പം ദീപക് മലയമ്മ തയ്യാറാക്കിയ റിപ്പോർട്ട് നമുക്കൊന്ന് കാണാം. കോഴിക്കോട് പന്നിയങ്കരയിൽ ഇന്ന് പുലർച്ചയോടുകൂടി ഒരു യുവാവിന് മറ്റൊരാളുടെ കയ്യിൽ നിന്ന് കത്തിക്കുത്തേൽക്കുന്ന സാഹചര്യമുണ്ടായി. ഏതാണ്ട് മുഖത്തിൻ്റെ ഭാഗത്ത് ആയിട്ട് വലിയ രീതിയിലുള്ള പരിക്കേൽക്കുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ട വാർത്തയൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. കല്യാണ വീട്ടിലേക്ക് എത്തിയ ഒരാൾ, അതും ക്ഷണിക്കാതെ എത്തിയ ആളാണ് ഇത്തരത്തിലൊരു സംഭവം നടത്തിയിരിക്കുന്നത് അല്ലേ? ഈ കക്ഷി കല്യാണ സമയത്ത് ഞങ്ങളെ അവിടുത്തെ CPM ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടുള്ള വിഷ്ണു പാലാരിൻ്റെ കല്യാണമായിരുന്നു. ആ സമയത്ത് ഈ ക്ഷണിക്കാതെയാണ് ആ കക്ഷി ഡാൻസ് കളിക്കുന്ന ആ ഭക്ഷണത്തിൻ്റെ സമയത്തൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് എല്ലാവരും കിടക്കുന്ന സമയമായപ്പോൾ ഒരു 12-1 മണി സമയമായപ്പോൾ ഈ കക്ഷി വിഷ്ണുവിൻ്റെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുകയും വിഷ്ണുവിൻ്റെ അനിയൻ കണ്ടപ്പോൾ വിഷ്ണുവിൻ്റെ സുഹൃത്താണെന്ന് കരുതി വിഷ്ണുവിനെ വിളിച്ച് പുറത്തേക്ക് ആക്കുകയും ചെയ്തു. അങ്ങനെ സംസാരിച്ചും കൊണ്ട് വന്നിട്ട് ആ കക്ഷി പോകുന്നില്ല. അവസാനം ഈ കക്ഷി തന്നെ ഒന്ന് വീട്ടിലെത്തിച്ച് തരുമെന്ന് പറഞ്ഞു. വീട് ചക്കോട് ജംഗ്ഷനിലാണ്. അങ്ങനെയാണ് ഇൻസാഫ് കോവിഡ് കാലത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ നാടിന് വേണ്ടി കാഴ്ചവെച്ചു. ഇൻസാഫിനെ വിളിച്ച് ഇൻസാഫ് വന്ന് ആ കക്ഷീനെ ചക്കുംകടവിൽ ഇറക്കി വിട്ട് തിരിച്ച് ഞങ്ങളെല്ലാവരും ഇന്നത്തെ പരിപാടി, ഇന്ന് കല്യാണമാണ്, അതിനെപ്പറ്റി ആലോചിക്കുന്ന ആ കൂട്ടത്തിലേക്ക് ഇൻസാഫ് വരികയും പിന്നീട് അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇൻസാഫിൻ്റെ കഴുത്തിന് നേരെ കത്തി വീശുകയും വലിയ പരിക്കുണ്ട്, ആഴത്തിലുള്ള മുറിവാണ്. മദ്യം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അങ്ങനത്തെ ഒരു സംവിധാനം ഇല്ല എന്ന് പറഞ്ഞ് വിഷ്ണു പരമാവധി കല്യാണ സമയം അതിനെക്കൊണ്ട് വെറുതെ തർക്കിക്കാതെ നല്ലപോലെ സംസാരിച്ച് തിരിച്ചയക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ചക്കുംകടവ് സ്വദേശിയായിട്ടുള്ള മുബീർ അല്ലേ, അയാളാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇയാൾ നിങ്ങൾക്കൊക്കെ പരിചയമുള്ള ആളാണ്, ആ സ്വദേശിയാണ്? നമ്മളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. ഇയാൾക്ക് ഏതെങ്കിലും തരത്തിൽ നിങ്ങളോട് പ്രശ്നം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം അയാൾ നടത്തിയിട്ടുണ്ട്? അതുപോലും ഉണ്ടായി? യാതൊരു പ്രശ്നമില്ല. നല്ല രീതിയിൽ മൂപ്പരെ വീട്ടിൽ കൊണ്ട് ഇറക്കി കൊടുത്ത് ഒരു 15 മിനിറ്റിനകം തന്നെ തിരിച്ച് കത്തിയേറ്റ് വന്ന് തിരിച്ച് ആക്രമിക്കുന്ന സാഹചര്യമാണ്. ഒരു പ്രകോപനമില്ല. ഇയാൾ മറ്റ് ലഹരികൾ, സിന്തറ്റിക് ലഹരികൾ ഉൾപ്പെടെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് അവിടുന്ന് അറിയാൻ സാധിച്ചിട്ടുള്ളത്. വീട്ടിൽ പല സമയത്തും പ്രശ്നങ്ങളുണ്ടാവുന്ന സാഹചര്യവും ഇയാളെ വീട്ടിലുണ്ടായിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും പോലീസ് ഇയാളെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുന്നു എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ അതിനിടയിൽ ആ ദൃശ്യങ്ങൾ കൂടി താങ്ക് യു ദീപക് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് നൽകിയിരുന്നു. കല്യാണ വീട്ടിൽ ക്ഷണിക്കാതെ വന്നയാളാണ് ഈ കുഴപ്പമുണ്ടാക്കി പോയത്. ഈ ഇൻസാഫിനെ പ്രേക്ഷകർ ഓർമ്മയുണ്ടാവും. ഇൻസാഫ് നേരത്തെ ഈ നിപ്പയൊക്കെ ബാധിച്ച് മരിച്ചവരെ സംസ്കരിക്കാൻ സന്നദ്ധ സേവനത്തിനിറങ്ങിയ ഇൻസാഫ് അന്ന് വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുകയും ചെയ്തിരുന്നു. ആ ഇൻസാഫിനാണ് ഇപ്പോൾ പരിക്കേറ്റത്. ചില സ്ഥലങ്ങളിൽ ഇങ്ങനെയാണ്. ചിലയിടങ്ങളിൽ പപ്പടത്തിന് വേണ്ടി അടിയുണ്ടാവും, ചിലയിടങ്ങളിൽ ബോളിക്ക് വേണ്ടി അടിയുണ്ടാവും, ചില കല്യാണ ഇടങ്ങളിൽ ഇതേപോലെ ക്ഷണിക്കാതെ വരുന്നവരും ചിലപ്പോൾ അക്രമമൊക്കെ അഴിച്ചുവിടും. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക.